ഷിരൂരിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ വരുന്നു. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തെരച്ചിലിൽ നിർണായക ഘട്ടത്തിൽ അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് സൂചന. നേവി അടയാളപ്പെടുത്തിയ കോണ്ടാക്ട് പോയിന്റ് 2-ൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണ്. റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലാണ് തെരച്ചിൽ. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ഇന്നലത്തെ തെരച്ചിൽ കടുത്ത നിരാശയായിരുന്നു. ടാങ്കറിന്റെ ഭാഗങ്ങൾക്ക് അപ്പുറത്തേക്ക് അർജുന്റെ ലോറിയുടെ സൂചനകൾ ഒന്നും ലഭിച്ചിരുന്നില്ല. ഇന്ന് കോണ്ടാക്ട് പോയിന്റ് 2-ലെ പരിശോധന തിരച്ചിൽ, അതിൽ എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ? ഷിരൂരിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ ഗംഗാവലി പുഴയിൽ നിന്ന് വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന ചില കാഴ്ചകളും വിവരങ്ങളും ഒക്കെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 11:30-യോടെയാണ് ഈ പുഴയുടെ അടിയിൽ ഈ CP2-ൽ, അതായത് മാർക്ക് ചെയ്ത രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ഒരു വസ്തു ഇവർക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. പിന്നീട് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡ്രൈവർമാർ അതിലേക്ക് ഇറങ്ങിപ്പോയി പരിശോധന നടത്തി, ക്യാമറകൾ എത്തിച്ച് വെള്ളത്തിനടിയിലെ ദൃശ്യങ്ങൾ ഒന്ന് പകർത്തി, അതിനുശേഷം മുകളിൽ വെച്ച് അത് വിലയിരുത്തിയതിനു ശേഷം പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. പക്ഷേ അതിന് മുകളിൽ പാറയും മറ്റും ഉള്ളതിനാൽ അത് മുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ ആ ഘട്ടത്തിൽ നേരിട്ടതാണ്. അതേ തുടർന്ന് പിന്നീട് 12 മണിയോടെ ഇത് പുറത്തേക്ക് എടുക്കുന്ന നടപടികൾ ഹുക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നിർത്തിവെക്കുകയായിരുന്നു. MLA അടക്കമുള്ള ആളുകൾ വന്നതിന് ശേഷം മറ്റ് നടപടികൾ ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട്. അർജുന്റെ ലോറിയുടേതാണ് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. MLA അടക്കമുള്ള ആളുകൾ കൂടി എത്തിയതിനു ശേഷം മാത്രമേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അതിൽ നൽകൂ എന്നും പറഞ്ഞു. ഇപ്പോൾ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഇപ്പോൾ ഡ്രഡ്ജറിലേക്ക് എത്തി, ബോട്ടിലെത്തി, അവിടെ വെച്ച് ഈ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ കരയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മാധ്യമങ്ങളോട് എന്താണ് ഇപ്പോൾ ഹുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു സ്ഥിരീകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. പക്ഷേ നമുക്ക് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അർജുൻ്റെ ലോറിയുടെ ഭാഗമാകും എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള സൂചനകളാണ് ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും MLA പുറത്തു വന്നതിന് ശേഷം ആ ദൃശ്യങ്ങൾ പരിശോധിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ വിശദീകരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ആ വലിയ പാറക്കല്ലുകളും മറ്റും മാറ്റി ഈ ലോഹവസ്തു അത് പുറത്തേക്ക് എടുക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ ഡ്രഡ്ജർ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന്, അതായത് ആ മണ്ണുമന്തി യന്ത്രത്തിൻ്റെ ഭാഗം ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള കല്ലും മറ്റും മാറ്റി മാത്രമേ ഒരുപക്ഷെ ഇത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കഴിയൂ. അത് മുകളിലേക്ക് എടുക്കുന്നതിന് ചെറിയ തടസ്സം ആ ഘട്ടത്തിൽ നേരിടുന്നുണ്ട്. അത് മറികടക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും MLA കൂടി വന്ന് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇപ്പോൾ അത് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം ഈ ദിവസങ്ങളിൽ അത്രയും കണ്ടിട്ടില്ലാത്തൊരു നീക്കമാണല്ലോ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം എന്തെങ്കിലും വസ്തുക്കൾ അങ്ങനെ കൃത്യമായി പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ ഹുക്ക് ചെയ്ത് വെക്കുകയോ ഒന്നും ചെയ്യുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മണ്ണ് നീക്കുന്നുണ്ട്, ആ മണ്ണ് നീക്കുന്ന അല്ലെങ്കിൽ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കോരിയെടുക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ആ മണ്ണിന് ഇടയിൽ പരിശോധിക്കുന്നു, അതെന്താണെന്ന് കൃത്യമായി നോക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു വസ്തു കൃത്യമായി ഒരിടത്ത് ഉറപ്പിച്ച് വെക്കാൻ, അല്ലെങ്കിൽ അത് ഇനി മണ്ണ് നീക്കിയാൽ ഒഴുകിപ്പോകാത്ത തരത്തിൽ അത് സംരക്ഷിക്കുമ്പോൾ അതിലെന്തോ കാര്യമായ സൂചന ഉണ്ട് എന്ന് പ്രതീക്ഷിക്കണ്ടേ? അത് തന്നെയാണ് ഇന്നത്തെ കാഴ്ചയെ കൂടുതൽ വ്യത്യസ്തമാക്കുന്നത്. നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകവും. കാരണം കഴിഞ്ഞ 5 ദിവസങ്ങളെ ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനി ഇവിടെ ഡ്രഡ്ജിംഗ് നടത്തുന്നുണ്ട്, മണ്ണ് മാറ്റുന്നുണ്ട്, ചില വസ്തുക്കളൊക്കെ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ അർജുൻ്റെ ലോറിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ കണ്ടെത്തിയതാവട്ടെ ഒരു ടാങ്കറിൻ്റെ മഡ്ഗാർഡിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞതുമില്ല. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 11-11:30 സമയത്താണ് ഇത്തരം ഒരു ലോഹവസ്തുവിലേക്ക് അത് ഹുക്ക് ചെയ്ത് വെച്ചു, ക്രെയിൻ ഹുക്ക് ചെയ്ത് വെച്ചു, മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമം നടത്തി. അത് ഫലം കാണുന്നില്ല. പിന്നീട് അവർ അത് നിർത്തിവെച്ചു. MLA അടക്കമുള്ള ആളുകൾ എത്തിയതിനു ശേഷം നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇപ്പോൾ ട്രെയിൻ ഉയർത്താനുള്ള ശ്രമമാണ്. ഏറെ ശ്രമകരമായ ജോലിയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ 2 തവണ അത് മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ അത് മുകളിലേക്ക് വരുന്നില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. വീണ്ടും ഒരു തവണ കൂടി അത് മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമം ഏതായാലും ക്രെയിൻ ഓപ്പറേറ്ററുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഏതായാലും നിർണായകമായ നിമിഷങ്ങളാണ് ഇത്. അർജുൻ്റെ ലോറിയുടെ ഭാഗമാകട്ടെ എന്നത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഏതാണ്ട് 2 മാസത്തിലേറെയായി, കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 16-ന് ഈ അപകടമുണ്ടായതിനു ശേഷം ഇത്രനാൾ 3 ഘട്ടമായി നടത്തിയ തെരച്ചിലിൽ ഏതെങ്കിലും തരത്തിൽ നിർണായകമായൊരു നീക്കത്തിലേക്ക് ഒരു ഘട്ടത്തിലും എത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ചില സൂചനകൾ എംപോഡ് ഡ്രോൺ പരിശോധനയിലും മറ്റും കിട്ടിയെങ്കിലും അത് പിന്നീട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇന്നിപ്പോൾ പോയിന്റ് 2-ൽ നിർണായകമായ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നത് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാവുന്നുണ്ട്. അതിൻ്റെ ഒരു ഗൗരവം കൂടി ഈ സമയത്ത് ഇവിടെ എത്തിയ ആളുകളുടെയൊക്കെ
പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഉച്ചയ്ക്ക് ഏതാണ്ട് 11 മണിയോടെ ഇത് ഹുക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇത്ര നേരവും മറ്റു നടപടികളൊന്നുമില്ലാതെ എല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പ്രതീക്ഷാ നിർഭരമായ ഒരു വാക്ക്, ഒരു വിവരം ലഭിക്കും എന്നത് ഡ്രഡ്ജിംഗ് കമ്പനിയിലെ ജീവനക്കാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അവർക്ക് വിട്ടുപറയാൻ മടിയുണ്ടായിരുന്നു. കാരണം MLA എത്തി ഈ കാര്യങ്ങളൊക്കെ, ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് അതിനൊരു ഔദ്യോഗിക സ്വഭാവം നൽകേണ്ടത്, ഒരു സ്ഥിരീകരണം നൽകേണ്ടത് അത്തരത്തിലുള്ള ആളുകളായതുകൊണ്ട് കമ്പനി അത്തരം കാര്യങ്ങൾ വിട്ടു പറഞ്ഞിരുന്നു.